ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വെജിറ്റബിൾ ബിരിയാണിയാണ്. പ്രിപ്പറേഷനിലേക്ക് എടുക്കാം. ഇതിന് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാവുന്നതാണ്. മേലിൽ ക്യാരറ്റും ബീൻസും ആണ് എടുത്തിരിക്കുന്നത്. ബസ്മതി റൈസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ബസ്മതി റൈസ് ആദ്യം നന്നായി കഴുകി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ശേഷം ഊറ്റി വെക്കാം. അതേമാതിരി വെള്ളത്തിൽ ഇട്ട് അരി വേവിച്ച് ഊറ്റി വെക്കുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഏലക്കായ, 3 ഗ്രാമ്പു എന്നിവ ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ സാജീരകം ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് ചൂടായി വരുമ്പോൾ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഒരു 30% വേവാകുമ്പോൾ ഊറ്റി വെക്കണം. ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ലേശം ഒന്ന് മുന്നിട്ട് നിൽക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ഉള്ളി സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചോറ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഇനി ഊറ്റി വെക്കാം. ഈ ടൈമിൽ കുരുമുളകും പട്ടയൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അത് മാറ്റി വെക്കാവുന്നതാണ്. ഇനി ഇതിനുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന ബാക്കിയുള്ള ഓയിലിലേക്ക് 1/2 ടീസ്പൂൺ സാജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 2 ചെറിയ കഷ്ണം പട്ട, ഗ്രാമ്പു 4 എണ്ണം, ഏലക്ക 4 എണ്ണം എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നീളത്തിലല്ല അരിഞ്ഞിരിക്കുന്നത്, കുറച്ച് ക്യൂബ്സ് ആയിട്ടുള്ള രീതിയിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 5 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം.
അടുത്തതിലേക്ക് ഒരു ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 6 ബീൻസ് നീളത്തിൽ അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നേരത്തെ കുറച്ച് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി പച്ച ഗ്രീൻ പീസ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒരു 3 തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് തൈര് കൂടി ചേർക്കാം. തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം ഒഴിച്ചു കൊടുക്കാൻ. തൈരും കൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചക്കറികളൊക്കെ നന്നായിട്ടൊന്ന് വേവുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തീയിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അണ്ടിപ്പരിപ്പ് അരച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 10-20 അണ്ടിപ്പരിപ്പ് ചൂടുവെള്ളത്തിൽ കുതിർത്ത ശേഷം അരച്ചെടുത്തതാണ്. അപ്പം നമ്മുടെ മസാല നന്നായിട്ട് ഒന്നുകൂടി റിച്ച് ആയിട്ട് മാറും. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ടൈമിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ചോറും മസാല എല്ലാം കൂടി ദം ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിപ്പമുള്ളൊരു പാത്രം എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചോറ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മസാല ഇതിലേക്ക് നിരത്തി കൊടുക്കാം. മസാല മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ബാക്കിയുള്ള റൈസ് കൂടി ഇതിൻ്റെ മുകളിൽ നിരത്തി വെക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ റോസ്റ്റ് ചെയ്തിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും റോസ്റ്റ് ചെയ്തത് ചേർക്കാം.
പുതിനയിലയും മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ല ടൈറ്റുള്ള ഒരു മൂടി കൊണ്ട് മൂടി വെക്കാം. ഇതൊരു 10-20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ദമ്മ ചെയ്യുമ്പോൾ ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഈ പാത്രം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അടി പിടിക്കുമെന്ന വിചാരമേ വേണ്ട. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മസാലയൊക്കെ എല്ലാ വശങ്ങളിലും നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. വെജിറ്റേറിയൻസ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.